ഹലോ ഹായ് എല്ലാവർക്കും ലേണോ ജൂനിയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋതു മിസ്സാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് അറിയാലോ, പേപ്പറിലൊക്കെ വരുന്ന വാർത്തകൾ അല്ലെ. അപ്പോൾ വാർത്തകളുമായിട്ട് ഫെബ്രുവരി മാസത്തിലെ ഫെബ്രുവരി 1 തൊട്ട് 28 വരെയുള്ള വാർത്തകളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സമയമൊന്നും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഫെബ്രുവരി 11, ഫെബ്രുവരി 6, ഫെബ്രുവരി 20, ഫെബ്രുവരി 4. ഏതാണ് മക്കളെ? സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദിവസമായിട്ട് ഇന്റർനാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഫെബ്രുവരി 11 ആണ് കേട്ടോ. ദിസ് ഡേ എൻകറേജസ് ഗേൾസ് ആൻഡ് വിമൻസ് ടു ബി ദ പാർട്ട് ഓഫ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡ്സ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴേ ഒരുപാട് ഡൗട്ടുകൾ വരാം. അതായത് ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്നാണെന്നുള്ളത്, അത് മാർച്ച് 8-നാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 11-നാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നാഷണൽ വിമൻസ് ഡേ എന്നാണ് ഫെബ്രുവരി 13-നാണ് നാഷണൽ വിമൻസ് ഡേ കേട്ടോ. അതുപോലെ തന്നെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ് 24th ജനുവരി 24-നാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം: വാട്ട് വാസ് ഇനാഗുറേറ്റഡ് ഇൻ വയനാട് ഫോർ ലാൻഡ് സ്ലൈഡ് സർവൈവേഴ്സ്? ഓക്കെ, അപ്പോൾ വയനാട്ടിലെ ഈ റീസെന്റ് ആയിട്ട് ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞായിരുന്നു, അത് ഏതാണ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എ ന്യൂ സ്കൂൾ, ഓപ്ഷൻ ബി ടൗൺഷിപ്പ് വിത്ത് ഹൗസസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓപ്ഷൻ ഡി എ സ്പോർട്സ് സ്റ്റേഡിയം. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ടൗൺഷിപ്പ് വിത്ത് ഹൗസസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒരു ടൗൺഷിപ്പ്, ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ ടൗൺഷിപ്പ് ഇൻ കൽപ്പറ്റ ഫോർ ഫാമിലീസ് എഫക്റ്റഡ് ബൈ ദ ലാൻഡ് സ്ലൈഡ്സ്. നമുക്കറിയാം വയനാട്ടിലുണ്ടായിരുന്ന ദുരന്തം അല്ലെ. അപ്പൊ അങ്ങനെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തു, വയനാട് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതിന്റെ പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഹിൽ സ്റ്റേഷൻ കേരള ഈസ് ഫേമസ് ഫോർ ടീ ഗാർഡൻസ്? അറിയാലോ, അതായത് ഒരുപാട് ടീ ഗാർഡൻസ് ഒക്കെ ഉള്ള ഒരു കേരളയിലെ ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ ഏതാണ് മക്കളെ? ആലപ്പുഴയാണോ, മൂന്നാറാണോ, കോഴിക്കോടാണോ, കണ്ണൂരാണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മൂന്നാറാണ് അല്ലേ. ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ് അവിടെ ഉള്ളത് അല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. എന്തായാലും പോകണട്ടോ, എന്തായാലും വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത്, വേഗം പോയി കണ്ടോളും. എന്തായാലും നമ്മൾ ലേണോ ജൂനിയേഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മൂന്നാറിനെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അത് നേരിട്ട് കാണണ്ടേ അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൂന്നാർ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യമല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ. കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ആണുള്ളത്? 14 ഡിസ്ട്രിക്ട്സ് ആണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂര്, 3 വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, 8 എറണാകുളം, 9 എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കി, 10 കോട്ടയം, 11 ആലപ്പുഴ, 12 പത്തനംതിട്ട, 13 കൊല്ലം, 14 ഏതാണ് മക്കളെ? തിരുവനന്തപുരം അല്ലെ. സോ ഇത് എന്തായാലും പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണ്. ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള, എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണ്. കാസർഗോഡ് എവിടെയാണ്? നോർത്തിലാണ്. സൗത്തിൽ ഏതാണ്? തിരുവനന്തപുരമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, കേരളം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. പത്തനംതിട്ട പിൽഗ്രിം ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. എറണാകുളം കൊമേഴ്സ്യൽ ഹബ് ഓഫ് കേരളയാണ്. കാരണം എന്താണ്? പത്തനംതിട്ട എന്തുകൊണ്ടാണ് പിൽഗ്രിം ക്യാപിറ്റൽ? പത്തനംതിട്ടയിലുള്ള ഏറ്റവും വലിയൊരു ക്ഷേത്രം ഏതാണ് മക്കളെ? ശബരിമല അല്ലെ. സോ അതുകൊണ്ട് തന്നെ അത് പിൽഗ്രിം ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് പത്തനംതിട്ട അറിയപ്പെടുന്നത്. അതുപോലെ കുറേയധികം IT ഫീൽഡുകളൊക്കെ ഉള്ളത് എവിടെയാണ്? IT സെക്ടേഴ്സ് ഉള്ളത് എറണാകുളമാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം അറിയപ്പെടുന്നത് കൊമേഴ്സ്യൽ ഹബ് ഓഫ് കേരള എന്നാണ് കേട്ടോ. ഇനി കാസർഗോഡ് ദ ലാൻഡ് ഓഫ് ഗോഡ്സ്, ലാൻഡ് ഓഫ് റിവേഴ്സ്. നമുക്കറിയാം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തെ അറിയപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ ലാൻഡ്, ദ ലാൻഡ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേട്ടല്ലോ. ദെൻ വയനാട് ഊട്ടി ഓഫ് കേരള, പാലക്കാട് ഗ്രീനറി ഓഫ് കേരള അല്ലെ. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കോട്ടയം സിറ്റി ഓഫ് ലെറ്റേഴ്സ്, അക്ഷര നഗരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയമാണ് കേട്ടോ, മറന്നുപോകരുത്. ഇനി സ്റ്റേറ്റ് സിംബൽസ് അറിയാമോ? ഇന്ത്യൻ എലിഫന്റ് അല്ലെ, സ്റ്റേറ്റ് ആനിമൽ ഇന്ത്യൻ എലിഫന്റ് ആണ്. പിന്നെന്താണ്? ഗ്രേറ്റ് ഹോൺബിൽ ആസ് ദ സ്റ്റേറ്റ് ബേർഡ് അല്ലെ. മലമുഴക്കി വേഴാമ്പൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സ്റ്റേറ്റ് ബേർഡ്. പിന്നെന്താണ്? കണിക്കൊന്ന ഗോൾഡൻ ഷവർ ട്രീ ആസ് ദ സ്റ്റേറ്റ് ഫ്ലവർ. പിന്നെന്താ മക്കളെ? കോക്കനട്ട് ട്രീ ആസ് ദ സ്റ്റേറ്റ് ട്രീ. ദെൻ ജാക്ക് ഫ്രൂട്ട് ആസ് ദ സ്റ്റേറ്റ് ഫ്രൂട്ട്. ദെൻ ഗ്രീൻ ക്രോമൈറ്റ് സ്റ്റേറ്റ് ഫിഷ്. മലബാർ ബാൻഡഡ് പീകോക്ക് ബുദ്ധമയൂരി സ്റ്റേറ്റ് ബട്ടർഫ്ലൈ. ഇതാണ് ബുദ്ധമയൂരി എന്നാണ് അറിയപ്പെടുന്നത്, സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ്. അതുപോലെ തന്നെ പിന്നെ ഏതാണുള്ളത്? മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് സ്റ്റേറ്റ് ആംഫിബിയൻ. ആൻഡ് കഥകളിയാണ് സ്റ്റേറ്റ് ഡാൻസ്. ഇത്ര കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ വീഡിയോ.
ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡേ ഒബ്സർവ്ഡ് ഓൺ ഫെബ്രുവരി 21. അപ്പോൾ ഫെബ്രുവരി 21 പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. നമ്മളിത് ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്, നമ്മുടെ ഷോർട്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്സ് ഡെയിലി കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും ഫെബ്രുവരി 21 പ്രത്യേകത എന്താണ്. വേൾഡ് റേഡിയോ ഡേ ആണോ, ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണോ, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണോ, വേൾഡ് തിങ്കിങ് ഡേ ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ് അല്ലേ? ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ് ഏത് ഫെബ്രുവരി 21 എന്ന് പറയുന്നത്. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. സോ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നാണ് ഫെബ്രുവരി 21 കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് മേജർ സ്പേസ് ഇവന്റ് ഹാപ്പൻ ഓൺ ഫെബ്രുവരി 17, 2026? അപ്പോൾ ഒരു മേജർ സ്പേസ് ഇവന്റ് നടന്നിട്ടുണ്ട് ഫെബ്രുവരി 17. അപ്പോൾ അത് ഏതാണ് എന്നുള്ളതാണ്. ഫുൾ മൂൺ എക്ലിപ്സ് ആണോ, സോളാർ എക്ലിപ്സ് ആണോ, റോക്കറ്റ് ലോഞ്ച് ആണോ, അതോ കോമറ്റ് ക്രാഷ് ആണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സോളാർ എക്ലിപ്സ് ആണ് കേട്ടോ. എന്താ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൂണ് എർത്തിന്റെയും സണ്ണിന്റെയും നടുവിൽ വരിക എന്നുള്ളത് വേണമെങ്കിൽ ബേസിക് ആയിട്ട് പറയാം. ജസ്റ്റ് മനസ്സിലാക്കണം എന്താണ് മൂൺ ഇങ്ങനെ കമ്മിങ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ അല്ലെ. സോ ഓൺ ഫെബ്രുവരി 17 there was a solar eclipse with the moon passed between earth and the sun, look like a ring എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി വിച്ച് കേരള ടൂറിസ്റ്റ് പ്ലേസ് ഇസ് നോൺ ആസ് ദ ബാക്ക് വാട്ടർ പാരഡൈസ്? ബാക്ക് വാട്ടർ പാരഡൈസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി മലപ്പുറം. റൈറ്റ് ആൻസർ ഈസ് ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ ഈസ് ഫേമസ് ഫോർ ഹൗസ് ബോട്ട് ആൻഡ് പീസ്ഫുൾ ബാക്ക് വാട്ടേഴ്സ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആലപ്പുഴ. ഓക്കെ, ഇതാണ് ആലപ്പുഴ. ഒരുപാട് കാണാൻ ഒരുപാടുള്ള സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം, വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള ഈസ് ഫേമസ് ഫോർ നീലഗിരിട്ടാർ? അതായത് വരയാടുകൾ ഉണ്ടല്ലോ, വരയാടുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ചിന്നാർ, ഓപ്ഷൻ ബി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ സി എരവികുളം നാഷണൽ പാർക്ക്, ഓപ്ഷൻ ഡി പറമ്പിക്കുളം. ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എരവികുളം നാഷണൽ പാർക്ക് പ്രൊട്ടക്ട് ദ എൻഡേഞ്ചർഡ് നീൽഗിരിട്ടാർ. അതായത് അവര് ഓരോന്ന് എണ്ണപ്പെട്ട് വരികയാണ് കേട്ടോ. അപ്പൊ കയ്യിൽ എണ്ണാവുന്ന അത്രയും അധികം വരയാടുകൾ മാത്രമാണ് എവിടെയുള്ളൂ, എരവികുളത്തുള്ളൂ എന്നുള്ളതാണ് പല വാർത്തകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതാണ് വരയാടുകൾ കേട്ടോ. കണ്ടല്ലോ, എരവികുളം നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വെൻ ഈസ് നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? ഇത് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തതാണ്. നാഷണൽ സയൻസ് ഡേ, രാമൻ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 14 ആണോ, 21 ആണോ, 28 ആണോ, ഫെബ്രുവരി 2 ആണോ? ഏതാണ് മക്കളെ? ഏതാണ് റൈറ്റ് ആൻസർ? ഫെബ്രുവരി 28 ആണ് അല്ലെ. നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ഓൺ ഫെബ്രുവരി 28 എവറി ഇയർ ടു ഹോണർ ദ ഡിസ്കവറി ഓഫ് രാമൻ എഫക്റ്റ് ബൈ സർ CV രാമൻ. ഓക്കെ, സോ രാമൻ എഫക്റ്റ് എന്താണെന്ന് അറിയാമോ? അത് പറയുമ്പോഴാണ് നമുക്ക് കടലിന്റെ നിറം എന്താണ്, ആരാണ് CV രാമൻ അല്ലേ? ഇദ്ദേഹമാണ് CV രാമൻ. ഇനി ചിത്രം കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോ ചില GK ക്യൂസിലേക്ക് ചിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറയും. നമുക്ക് അറിയായിരിക്കും CV രാമൻ ആരാന്ന്, പക്ഷെ പെട്ടെന്ന് ചിത്രം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോരുത്. നാഷണൽ സയൻസ് ഡേ, CV രാമൻ, രാമൻ എഫക്റ്റ്. സൂര്യപ്രകാശം വരുന്നു, അതൊരു മെറ്റീരിയലിൽ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കാറ്റർ ചെയ്യപ്പെടുന്നു, വിസരണം സംഭവിക്കുന്നു. അങ്ങനെ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് രാമൻ എഫക്റ്റ്. അതുകൊണ്ടാണ് മക്കളെ വെള്ളത്തിന് നമുക്ക് നിറമില്ല എന്നറിയാം, എന്നാൽ കടലിന് നീല നിറമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ദാറ്റ് ബിക്കോസ് ഓഫ് രാമൻ എഫക്റ്റ്. അത് സൺലൈറ്റ് വന്ന മെറ്റീരിയൽസ് തട്ടിട്ട് എന്താണ് സ്കാറ്റർ ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു ലൈറ്റ് ആയ ഒരു കളറ് കടലിന് കിട്ടുന്നത്. മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. അല്ല, അതിന് മുന്നേ ക്വിക്ക് മെമ്മറി ട്രിക്ക് ഫോർ കിഡ്സ് എന്താണ് നോക്കാം. 11th എന്തായിരുന്നു പ്രത്യേകത? ഗേൾസ് ഇൻ സയൻസ് ഡേ ആണ് അല്ലെ. 13th വേൾഡ് റേഡിയോ ഡേ ആണ് കേട്ടോ. 21st ലാംഗ്വേജസ് ഡേ ആണ്. 28th സയൻസ് ഡേ ആണ്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ചോദ്യം, കേരളാസ് ഫസ്റ്റ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ വിച്ച് സിറ്റി? ഏത് സിറ്റിയിലാണ്? കൊച്ചിയിലാണ് കേട്ടോ. CMG പ്ലാന്റ് ഇനാഗ്രേറ്റ് ചെയ്തത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇനാഗ്രേറ്റ് ചെയ്തത്.
Okay, CMG plant was opened at Brahmapuram in Kochi to convert the waste into clean fuel. അല്ലെ, ട്രാഷ് ടു ട്രഷർ എന്ന് പറയുന്ന പോലെ വേസ്റ്റ് എന്ന് എന്തുണ്ടാക്കുന്നു, ഫ്യൂവൽ ഉണ്ടാക്കുന്നു. അല്ലെ, ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ CMG പ്ലാന്റ് എവിടെ ഇനാഗ്രേറ്റ് ചെയ്ത്, കൊച്ചിയിലാണ്, മറന്നു പോകരുത്. അവസാനത്തെ ചോദ്യം, വിച്ച് ടെക്നോളജീസ് കേരള യൂസിംഗ് ടു ഇംപ്രൂവ് റോഡ് സേഫ്റ്റി. റോഡ് സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നോളജിയിലാണ് കേരളയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്ലൈ കാർസ്, നോ. AI ട്രാഫിക് ക്യാമറാസ്, റോബോട്ട് പോലീസ്, അണ്ടർ വാട്ടർ റോഡ്സ്. റൈറ്റ് ആൻസർ ഈസ് AI ട്രാഫിക് ക്യാമറാസ് ആണ് കേട്ടോ. ഇതാണ് AI ട്രാഫിക് ക്യാമറാസ് is a technology in Kerala using to improve the road safety. Okay, so നമ്മൾ 10 questions ഡിസ്കസ് ചെയ്തു, പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വേഗം തന്നെ ഒരു 10 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അതായത് സമയമൊട്ടുങ്ങളല്ല, പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണം. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.